ചില കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. അനവധി ആളുകൾ രണ്ടു വശത്തും കാത്തുനിൽ നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 2024 പിറന്ന ശേഷം 5ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത്. അസാധാരണമായ വേഗത്തിലാണ്, അല്ലെങ്കിൽ അസാധാരണമായ രീതിയിലാണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാകെയും ഇത്തരം സന്ദർശനം നടത്തുന്നുണ്ട്. എന്താവും ഈ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം? ഉത്തരേന്ത്യയിലാണ് സാധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രധാനമന്ത്രിമാരും പ്രധാന പാർട്ടികളുടെ നേതാക്കളുമൊക്കെ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഇത് കേരളവും ദക്ഷിണേന്ത്യയുമാണ് കേന്ദ്രീകരിക്കുന്നത്. എന്താവും ഇതിന് പിന്നിൽ ലക്ഷ്യം എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്നും ദാസനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ദാസൻ, ഈ 2024 പിറന്ന ശേഷം ഇന്നത്തേത് കൂട്ടുമ്പോൾ 5ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത്. എന്താവും ഈ തുടർ സന്ദർശനങ്ങളുടെ ലക്ഷ്യം? ഇതിപ്പോ ഒരു കളി കാണുന്നുണ്ട്. കാര്യം നല്ല ആളല്ലേ, എവിടെ ആൾ പോകുമ്പോൾ നല്ല ആളെ കാണുന്നുണ്ട്. മോദിയും അമിത്ഷായും കൂടിയിട്ട് ഇവിടെ കേരളത്തിൽ ഒരു കളി കളിക്കും. കാരണം കുറേയേറെ ഈ നമ്മുടെ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഒറ്റ ഒരു സമുദായത്തിന് മാത്രം പീഡിപ്പിക്കുന്ന നയം. അത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേയേറെ ജനങ്ങൾ BJP-ന് ഈ കളി കുറച്ചു കഴിഞ്ഞാൽ വളരെ നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യും. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം, അതായത് പേര് പറയാം, മുസ്ലിം സമുദായത്തിനെ പീഡിപ്പിക്കുന്ന ഒരു നയം. അത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഈ ക്രിസ്ത്യാനിനെ സ്നേഹിക്കണ്ടേ, അത് കാണിക്കുന്നില്ല. ഈ ഒരു സമുദായത്തോട് മാത്രം പ്രത്യേക ഒരു നയം കാണിക്കുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിർണായകമല്ലേ? എങ്ങനെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കേരളത്തെ പലപ്പോഴും UDF-നെ ജയിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഏറ്റവും നിർണായകമല്ലേ? പക്ഷെ അതിപ്പം ഇവരെ കൂടെ കൂടിയില്ലേ? അത് ഇപ്പൊ ഈ NDA-ക്ക് ഉള്ള വോട്ട് എന്ന് വെച്ചാൽ ഈ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടും കൂടി ഇവരെ കൂടെ കൂടി. അതുകൊണ്ടാണ് ഈ തവണ കൂടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ. ഈ തവണ കൃത്യമായിട്ടും നിങ്ങൾ നോക്കോ, ഈ തൃശ്ശൂരൊക്കെ സഭേന്റെ വോട്ടൊക്കെ സുരേഷ് ഗോപിക്ക് തന്നെ ചെയ്യും. ഈ സഭ ഒറ്റക്കെട്ടായിട്ട് ഉള്ളിലെ കൂടെ പണിയെടുക്കുന്നുണ്ട് ഈ BJP-ക്ക് അനുകൂലമായിട്ട്. നിങ്ങൾ നോക്കോ, ഈ ഇലക്ഷന്റെ റിസൾട്ട് തലവന്മാരൊക്കെ അങ്ങനെ പറഞ്ഞാൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണോ ഈ സഭാവിശ്വാസികളായ ജനങ്ങളൊക്കെ? അല്ലല്ല, ഈ മതവിശ്വാസികൾ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയം നോക്കുന്ന കുറെ ആൾക്കാർ കുഞ്ഞാടുകളുണ്ട്. അവര് ഈ സഭ പറയുന്ന. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, ഈ വർഷം തന്നെ ഇത് 5ാം തവണയാണ് നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ അധിക സന്ദർശനവും. ഏറെ സമയം ചെലവഴിക്കുന്നതും ഈ ദക്ഷിണേന്ത്യയിൽ ചെലവഴിക്കുന്നു. എന്താവും അദ്ദേഹത്തിന്റെ ലക്ഷ്യം? നമസ്കാരം. നമസ്കാരം. NDA-ക്ക്, അതായത് മോദി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്, BJP-ക്ക് വലിയ ഒരു അജണ്ടയുണ്ട്. അജണ്ട എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യമാണ് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് സ്വാധീനം കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഏതാണ്ട് അവർ നോർത്ത് ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും അവർ താടിയടിഞ്ഞു കഴിഞ്ഞു. അപ്പൊ താഴോട്ട് ഉള്ള ഇനിയുള്ള നമ്മുടെ കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, പിന്നെ അതേപോലെ തമിഴ്നാട്. അപ്പൊ അവിടെ അവർക്ക് ഒരു ആധിപത്യം അല്ലെങ്കിൽ കുറെ സീറ്റുകളെങ്കിലും പിടിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു 5 സീറ്റെങ്കിലും അവർക്ക് മിനിമം ഉണ്ടാക്കണം എന്നുള്ള അവരുടെ ഒരു പ്രഖ്യാപിത സീറ്റൊക്കെയാണ് പറഞ്ഞത്. മോദി പറഞ്ഞത് 2 അക്കത്തിലേക്ക് കേരളം കടക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, 2 സീറ്റ് നിന്നാണല്ലോ ഈ പറഞ്ഞ BJP ഇന്ന് കേരളം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒറ്റകക്ഷിയായിട്ട് ഇത്രയും വന്നത്. ഇതിന്റെ വളർച്ച തൊട്ട് മുമ്പിൽ പറഞ്ഞ ദാസേട്ടൻ എന്ന് പറഞ്ഞ ആ കക്ഷി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു പ്രത്യേക വിഭാഗത്തിന് കേരളത്തിലെ 2 പ്രബല കക്ഷികൾ അവരെ മാത്രം ശരിക്കും പറഞ്ഞാൽ അവർ നല്ലവരായ ആൾക്കാരുണ്ട്, അവർക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ്. അവരെ പീഡിപ്പിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് BJP-യിലോട്ട് ചേരാനും അല്ലെങ്കിൽ വോട്ട് ചെയ്യാനും ഉള്ളൊരു പ്രവണത കൂടും. അത് വളരെ ശരിയാണ്. തൊട്ട് മുമ്പ് ഒരാൾ പറഞ്ഞത് ദാസനാണെന്ന് തോന്നുന്നു, മിസ്റ്റർ ദാസനാണെന്ന് തോന്നുന്നു, വളരെ കറക്റ്റാണ്. ഇത്തവണ എന്റെ കാൽക്കുലേഷനിൽ ഏറ്റവും കുറഞ്ഞ ഒരു 3 സീറ്റെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. നമ്മുടെ എവിടെയാണ് 3 സീറ്റുകൾ? അല്ല, എന്റെ ഒരു കണക്കുകളിൽ ഒരു 3 സീറ്റിൽ ഞാൻ 2 സീറ്റ് ഏറെക്കുറെ പറയും. 1 തൃശ്ശൂരും, 2 പിന്നെ ഇത് എന്റേതാണ്. ഇനിയിപ്പോ അടുത്തൊരാൾ വന്നിട്ട് പറയും ഒരു സംഖ്യ വന്ന് പറഞ്ഞു അങ്ങനെ കിട്ടുമെന്നൊക്കെ പറയും. അങ്ങനെ ദേവിയുടെ പറഞ്ഞളായിരുന്നു. എന്റെ ഒരു വീക്ഷണമാണ്. ചിലപ്പോ ശരിയാവാം. താങ്കളെ 3 സീറ്റ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും പ്രധാനമന്ത്രി ഇങ്ങനെ തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇലക്ഷൻ ആയതുകൊണ്ടാണ് സാർ.
പ്രധാനമന്ത്രി ഇലക്ഷൻ പ്രചരണത്തിനാണ് വരുന്നത് കേരളത്തിൽ അടിക്കടി. അതിന് തെളിവ് ത്രിപുരയിലും ബംഗാളിലും പ്രധാനമന്ത്രിയും അമിത്ഷായും പോയതിന്റെ ഫലം സാറ് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. കഴിഞ്ഞ തവണ കേരളത്തിൽ ഇത്തവണ ഒരുപാട് തവണ വന്നിരുന്നു. കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന പോലല്ല സാർ, ഈ തവണ മോഡി ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാ. ഞാൻ പത്തനംതിട്ടയിൽ മോഡി വന്നപ്പോൾ പറഞ്ഞെന്താ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്ര ആൾക്കാർക്ക് പത്തനംതിട്ടയിൽ ജില്ലയിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇവരെ ഇടതും വലതും കപട തരം പ്രചരിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി ഡയറക്റ്റ് വന്ന് പറഞ്ഞതാണ് അവിടുന്ന്. നീ പ്രതികരിക്കട്ടെ ഇവര്. ഞാൻ ചെയ്ത പദ്ധതികളിൽ ഉജ്വൽ യോജന, കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ മറ്റ് പല പദ്ധതികളും പത്തനംതിട്ടയിലെ ആൾക്കാർക്ക് മാത്രം ഇത്ര കോടിയുടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വ്യക്തമാക്കുവാൻ തന്നെ വരുന്നത്. എന്നും വേണ്ടി വന്നാൽ 20 മണ്ഡലത്തിലും വരും. എന്താ ഇവർക്ക് ഇത്ര വെറി വിളിക്കുന്നത്? പ്രധാനമന്ത്രി വന്നിരിക്കും. മോദിയുടെ ഗ്യാരണ്ടി. നരേന്ദ്രമോദി പറഞ്ഞത് 10 സീറ്റ് 2 ഡിജിറ്റിലേക്ക് കേരളത്തിലെ പിന്നെ MP-മാരുടെ എണ്ണം കടക്കുമെന്നൊക്കെയാണ്. ഇന്നത്തെ ത്രിപുര നാളത്തെ കേരളം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ 10 സീറ്റെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 or 3 കിട്ടും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 10ഉം 20ഉം പിടിച്ചിരിക്കും. അതാണ് നരേന്ദ്രമോദിജി. മോഡിജിക്ക് ഒരു കാഴ്ചപ്പാട് ഒന്നുപോലും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അത് അങ്ങനെയൊന്നും സാർ നിഷേധിക്കണ്ടേ. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ. ആകെ ഒരിടത്ത് മാത്രമാണ് 2ാം സ്ഥാനമെങ്കിലും കിട്ടിയത്. എങ്ങനെ? ആകെ ഒരിടത്ത് മാത്രമാണ് 2ാം സ്ഥാനമെങ്കിലും കിട്ടിയത്. അങ്ങനെയൊന്നും പരിഹസിക്കട്ടെ സാർ. ബംഗാളിലും ത്രിപുരയിലും ഞങ്ങൾ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലും കടന്നു കയറിയിരിക്കും. താങ്കൾ അങ്ങനെ കരുതുന്നു. എന്തായാലും ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, സാധാരണഗതിയിൽ കേരളത്തിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ആവർത്തി അല്ലെങ്കിൽ ഇടവേളകൾ വളരെ കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു. ഈ വർഷം തന്നെ 5 തവണയാണ് കേരളത്തിൽ എത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി സന്ദർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താവും യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണയൊക്കെ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞില്ല. ഇപ്പോഴും പല സംസ്ഥാനങ്ങളും കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ 0 സീറ്റിലാണ് നിൽക്കുന്നത്. ആ സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാവുമോ ലക്ഷ്യം? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് VIP വരുമ്പോ സാധാരണ നമ്മുടെ റോഡുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെയധികം വൃത്തിയാക്കാറുണ്ട്. ശരിക്കും നല്ല റോഡുകളാക്കി മാറ്റി എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ റോഡുകളും വളരെ ക്ലിയർ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം മറ്റേ പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? കേരളം അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടമാണ് ഇവിടെ എന്നാ പറഞ്ഞത്. പിന്നീട് നമ്മൾ എന്താ സുപ്രീം കോടതി കണ്ട് പുറത്തേക്ക് വന്നത് എന്താണ്? സുപ്രീം കോടതി ഇടപെട്ട് എന്താ ഇലക്ട്രൽ ബോണ്ടോ എന്തൊക്കെ ഒരു സാധനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതില് അഴിമതിയാണോ എന്താണോ കാര്യങ്ങളുള്ളത്? അപ്പൊ കേരളത്തെക്കാളും കൂടുതൽ അഴിമതിയാണോ ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിനുള്ളത് എന്നാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ മോദി പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റ് അഴിമതിയാണ്, ഇവിടെ മറ്റേ ക്രമസമാധാനം ആകെ മോശമായി. പക്ഷെ മോദിക്ക് എപ്പോഴും വരാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കേരളം സൊമാലിയാണെന്ന് പറഞ്ഞത്. സൊമാലിയനെ നന്നാക്കി എടുക്കണല്ലോ. കാരണം സൊമാലിയ എന്ന രാജ്യത്തെ വളരെയധികം നന്നാക്കി എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാവും ചിലപ്പോൾ പോകേണ്ടതുണ്ട്. മധുസൂദനാണ് കൊല്ലത്തുനിന്നും. ശ്രീ മധുസൂദനൻ, എന്താവും ഇങ്ങനെ നരേന്ദ്രമോദിയുടെ തുടർ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം? അതെന്താ സംശയം എന്താ സാറേ, വടക്കൊക്കെ മിക്കവാറും ഒരു പരുവത്തിലായി. 400 ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ഈ കൂടുതൽ കിടന്ന് ചാടേണ്ട കാര്യമുണ്ട്. 400 കയ്യിലില്ലേ, പിന്നെന്തിനെ കിടന്ന് കൂടുതൽ ചാടുന്നു? അപ്പൊ സാറൊന്ന് ആലോചിച്ച് നോക്കി, ഈ 400 കയ്യിലുള്ള ആളാ അത് കാത്തു പിടിച്ചാൽ പോരായോ? ഈ കേരളത്തിൽ ഇങ്ങനെ കിടന്ന് ചവിട്ടിത്തേക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ ബദൽ രാജ്യത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. മോദിയുടെ പരിപാടികളൊന്നും ഇന്ന് നടക്കത്തില്ല. ഈ ത്രിപുരയിലും ബംഗാളി പണിഞ്ഞതൊക്കെ ഒത്തില്ല. ത്രിപുരയിൽ പണിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളില്ലാഞ്ഞിട്ടാണ് സംഭവിച്ചത്. കേരളത്തിൽ അതുപോലെ നടക്കത്തില്ല. താങ്കൾ പറയുന്നത് കേരളത്തിൽ എന്തായാലും താമര വിരിയില്ല എന്നാണല്ലേ? വിരിയത്തില്ല. ശരി, നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. വയനാട് നിന്നും സാബു ആണ്. ശ്രീ സാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തുടർച്ചയായി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേരളം സന്ദർശിക്കുന്നു. ക്ഷമിക്കണം, സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി കേരളത്തിലുള്ള ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലം പരിശാക്കിയിരിക്കുക. കാരണം മണിപ്പൂർ പോലെ സംസ്ഥാനങ്ങളൊക്കെ നിലം പരിശാക്കിയിട്ടില്ല. കാരണം അദ്ദേഹം അവിടെ നരേന്ദ്രമോദി എന്താ മണിപ്പൂരിലൊന്നും പോകാത്തത്? ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദി ഇവിടെ പ്രസംഗിച്ചിട്ടോ മറ്റ് BJP രംഗത്തിറക്കിയിട്ടോ ഒരു കാര്യമില്ല.
കാരണം ഇന്ത്യയിലെ മുസ്ലിം തന്നെ ആകെ നാമാവശേഷാക്കണം എന്നാണ് നരേന്ദ്രമോദി BJPയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ തക്ക ശക്തി ഉണ്ടെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മോഹൻദാസ് ആണ് കോട്ടയത്തു നിന്നും. ശ്രീ മോഹൻദാസ്, എന്താവും തെരഞ്ഞെടുപ്പ് കാലമെടുത്തതോടുകൂടി പ്രധാനമന്ത്രി തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു. ഇതിന് പിന്നിലെ നരേന്ദ്രമോദിജിയുടെ ഭരണം തന്നെ നമുക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞോളൂ. ഈ നരേന്ദ്രമോദിജിയുടെ ഭരണം തന്നെ നമുക്ക് വളരെ, കാരണം ഞങ്ങളൊക്കെ BJP LDFും UDF ഒക്കെ ആയിട്ട് നിന്ന് ആദിവാസിയിൽപ്പെട്ട ആൾക്കാര് ഈ LDFും UDFുമായി നിന്ന ആളാണെന്നാണ് പറയുന്നത്. അല്ല, UDFിലും LDFിലും ഞങ്ങൾ മാറി മാറി വോട്ട് ചെയ്ത ആൾക്കാർ ആദിവാസികൾ. ശരി. ഈ വോട്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി വന്നപ്പിനെയാണ് ആദിവാസികൾക്ക് ഇവിടെ സത്യം പറഞ്ഞ പുരോഗമനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഗ്യാസ് ഇല്ലാത്തവരുടെ ഗ്യാസ് അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തു. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നരേന്ദ്രമോദി വന്നു. കാരണം ഞങ്ങൾ ഇവർക്ക് നരേന്ദ്രമോദിയുടെ വോട്ടിംഗ് പാക്കേജാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം എവിടെയാലും ഒരു അക്കൗണ്ട് തുറക്കുക എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഞാൻ ആദിവാസി ഗോത്രമഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ, കോട്ടയം ജില്ലയുടെ ആദിവാസി ഗോത്ര മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ്. ആദിവാസി ഗോത്ര മഹാസഭയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന നിലപാടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആദിവാസി ഗോത്ര മഹാസഭ? ഞങ്ങളിപ്പോ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമല്ലോ. ശരി, ഓക്കെ. ഞങ്ങൾക്ക് നരേന്ദ്രമോദി തന്നെ വരുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. ഈ UDF LDF ഇവിടെ കാണിക്കുന്ന പരിപാടി എന്നതാ. ഇവിടെ പെൻഷൻ പോലും കൊടുക്കുന്നുണ്ടോ ഇവര്? അതല്ലേ. ശരി, നമുക്ക് മറ്റേ പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താവും ഈ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം? നമ്മളെ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ സന്ദർശിക്കുന്നത് നല്ലതല്ല. പക്ഷെ സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം പറഞ്ഞോളൂ. അതെ, കേരളത്തില് പ്രധാനമന്ത്രി 10 പ്രാവശ്യം സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം അവിടെ താമസം ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കേരളത്തിലെ വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ കാണുന്നില്ലേ പല സ്ഥലങ്ങളിലും ഇത് വർഗീയ കലാപങ്ങൾ കുത്തിപ്പൊക്കി അങ്ങനെ ജാതിപരമായും വർഗീയപരമായും വേർതിരിക്കുന്ന ഇതെല്ലാം ജനങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ എന്തായാലും താമര വിരിയാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തമിഴ്നാടും വ്യത്യസ്തമല്ല. തമിഴ്നാട് അതുപോലെ തന്നെ. തമിഴ്നാട് ഒരു സാധ്യതയില്ല. തമിഴ്നാട്ടിൽ 39 സീറ്റിലും DMK കൂട്ടുകെട്ട് അണ്ണാമലയുടെ നേതൃത്വത്തിലൊക്കെ BJP അവിടെ വലിയ മുന്നേറ്റമാണ് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. തമിഴിസൈ സൗന്ദരരാജനൊക്കെ മത്സരിക്കാൻ എത്തുന്നുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ അണ്ണാ DMK ആയിട്ട് ഇതുവരെയും കൂട്ടുകെട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും താമര വിരിയാനുള്ള ഒരു സാധ്യതയില്ല. 39 സീറ്റും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. എറണാകുളത്ത് നിന്നും സുബ്രഹ്മണ്യനാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം അത് ഏറെക്കുറെ അറിയാം. പക്ഷെ അത് നടക്കാൻ സാധ്യതയുണ്ടോ? BJP ആണ് ഇന്ത്യ കേരളത്തിന് കാര്യം വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനൊക്കെ കോൺഗ്രസ് ഗവൺമെന്റോ ഇന്ത്യ കേരളത്തിന് രക്ഷിക്കാൻ പറ്റില്ല. കേരളം ഇപ്പൊ അങ്ങനെ രക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുകയാണോ? അല്ല, അത്ര മോശമായിരുന്നല്ലോ പെർഫോമൻസ് ഇതുവരെ. ഇത്ര കൊല്ലമായിട്ട് ഇപ്പൊ ജോലി ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും എല്ലാ തരത്തിലും ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് കേരളം ഏത് സർക്കാർ ഭരിച്ചാലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏത് വിഷയത്തിലെടുത്താലും കേരളത്തിനാണ് കേന്ദ്ര സർക്കാർ തന്നെ എല്ലാ തവണയും 1ാം സ്ഥാനം കൊടുക്കുന്നത് കേരളത്തിനാണ്. ഏത് വിഷയത്തിലെടുത്താലും ഭൂരിപക്ഷം വിഷയങ്ങൾ വിദ്യാഭ്യാസ വിഷയത്തിലായാലും സാക്ഷരതയിലായാലും ക്രമസമാധാന വിഷയത്തിലായാലും അല്ലെങ്കിൽ പൊതുമേഖല മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ നടത്തുന്ന റാങ്കിങ്ങിലൊക്കെ കേരളമാണ് പലപ്പോഴും 1ാം സ്ഥാനത്ത് വരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളല്ല. ഈ 1ാം സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ജനങ്ങൾ എവിടെ സംതൃപ്തിയായിട്ട് ജീവിക്കുന്നുണ്ടോ? പോവർട്ടിയല്ലേ, ജനങ്ങളെല്ലാം കഷ്ടപ്പെടുകയല്ലേ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചമല്ലേ കേരളം? കേരളത്തെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. അല്ല, കേരളത്തിൽ രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഭരണം കൊടുക്കണം. ഇവിടെ ഉള്ളവർക്ക് ഇപ്പൊ 4 ദിവസം ഇത് കൊടുത്തു, അത് പെൻഷൻ കൊടുത്തു. പിന്നെ 10 ദിവസം 10 കൊല്ലം പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥം ഇരിക്കുന്നത്? ജനങ്ങൾ ബുദ്ധിമുട്ടില്ല. ഈ മറ്റ് രക്ഷപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലെ 1600 രൂപ പെൻഷൻ ഉള്ളത് ഈ സംസ്ഥാനങ്ങളിലൊന്നുമില്ല. 1600 രൂപ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ല. നിങ്ങൾ വെറുതെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന, നിങ്ങളുടെ കയ്യിൽ കാശില്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല.
തമിഴ്നാട് പോലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും, അവർക്ക് റിസോഴ്സ് ഉണ്ട്, അവര് പോലും കൊടുക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ കിടന്ന് പപ്പന്ന് അടിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ഇൻഡസ്ട്രീസ് ധാരാളം വരുന്നവിടെ, അപ്പോഴേ നന്നാവുള്ളൂ രാജ്യം. കേരളത്തിൽ അങ്ങനെ ഒരു വലിയ ഇൻഡസ്ട്രി ഒക്കെ വരാൻ അത്ര വലിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള നാടാണോ കേരളം? ഇൻഡസ്ട്രി ഒക്കെ അല്ല, എന്തുകൊണ്ടാവില്ല? ഇപ്പൊ നിങ്ങൾ ഉള്ളത് പോലും അവർ ടയർസ് ക്ലോസ് ചെയ്തു, അപ്പോളോ ടയർസ് പോയി, എത്ര എണ്ണം HMT പോയി. പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പൊ ഈയിടെ തുറന്നില്ലേ? എന്ത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുറന്ന് ചെറിയതായാലും വലുതായാലും എല്ലാം ഒരുപാട് സ്ഥാപനങ്ങൾ പുതുതായി വരുന്നില്ലേ? ചിലതൊക്കെ പൂട്ടി പോകുമ്പോൾ പുതുതായി വരുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സജീവാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ സജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തുടർച്ചയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ആ സന്ദർശന ലക്ഷ്യം സാധ്യമാകാൻ സാധ്യതയുണ്ടോ? ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, പറയാം. എന്താ, അദ്ദേഹത്തിൻ്റെയും ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം തന്നെ തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോദിക്ക് അഭിവാദ്യമർപ്പിക്കാൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉള്ളത്. വർദ്ധിച്ച ഊർജത്തോടുകൂടി പാലക്കാട്ടെ BJP പ്രവർത്തകർ, അനുഭാവികൾ ഈ റോഡ് ഷോയോട് പ്രതികരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണ്. ക്രമാനുഗതമായ വളർച്ച പാലക്കാട് BJPക്ക് സംഭവിക്കുന്നുണ്ട്. 3ഓളം മണ്ഡലങ്ങളിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയ സാഹചര്യമുണ്ട്. വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന BJPയുടെ നിരവധി മണ്ഡലങ്ങൾ പാലക്കാട്ടുണ്ട്. മോദിയുടെ വരവ് പാലക്കാട്ടെ കൃഷ്ണകുമാർ അടക്കമുള്ള സ്ഥലം ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ഈ വർഷം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നത് 5 തവണയാണ്, ഇന്നത്തേത് അടക്കം. അങ്ങനെയുള്ള തുടർ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ് ചേരുന്നത്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് പറയാം. അല്ല, അദ്ദേഹം വരുന്ന ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ തന്നെ ഇംഗ്ലീഷ് ചാനലിൽ ഈ അടുത്ത സമയത്ത് വന്നൊരു പാൻ ഇന്ത്യ സർവേ ഉണ്ട്. ആ സർവേയിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും, പല ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ സീറ്റിന്റെ ഇതിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രശസ്തമായ ഒരു നോട്ടബിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. അതായത്, സ്ഥാനാർത്ഥി ആരായാലും നരേന്ദ്രമോദിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ? 85% പേര് പറഞ്ഞ് വോട്ട് ചെയ്യും, 11% പറഞ്ഞ് വോട്ട് ചെയ്യില്ല, 4% തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി ആരായാലും. അതിനൊപ്പം കേരളത്തിലെ സർവേയുടെ ഫലം കൂടി പറഞ്ഞിരുന്നു. അല്ലല്ല, കേരളത്തിലെ മാത്രമായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഒരു സർവേയിൽ പാൻ ഇന്ത്യ സർവേ തന്നെയായിരുന്നു. കുറെ ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. കുറെ ചോദ്യങ്ങൾ കേരളത്തിന്റെ കൂടി കൃത്യമായി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പൊതുസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേരളത്തിന്റെ പ്രതികരണം. അല്ലല്ല, കേരളത്തിന്റേത് സീറ്റിന്റെ കാര്യമാണ് വന്നത്. ഞാൻ ആ സീറ്റിലേക്ക് പോകുന്നില്ല. സീറ്റിന്റെ എന്ന് പറയുമ്പോൾ 85% ആൾക്കാർ നരേന്ദ്രമോദിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആ സർവേ കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലായിടത്തും വേണം. അതൊന്ന്. രണ്ടാമത്, ഹിന്ദി ബെൽറ്റിൽ മറ്റാരുമില്ല. BJP തന്നെ അവർ ജയിച്ച് അവർ പറഞ്ഞ സീറ്റിൽ തന്നെ നിൽക്കുകയാണ്. അവർ ആ 100% ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പം ബാക്കിയുള്ള സമയം അവർ സൗത്ത് ഇന്ത്യയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കായി കൂടുതൽ സീറ്റുകളും വോട്ടുകളും കേരളത്തിലൊക്കെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ? ഉറപ്പല്ലേ? എവിടെയാണെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? അല്ല, നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാടിക്കയറി തിരുവനന്തപുരം എന്ന് പറയാം, ഉറപ്പായിട്ടും തൃശ്ശൂർ പറയാം. ഞാൻ തിരുവനന്തപുരവും തൃശ്ശൂരും ഞാൻ ആലപ്പുഴ കാണുന്നുണ്ട്. ആലപ്പുഴയോ? ആ, നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ആലപ്പുഴ കഴിഞ്ഞ തവണ കിട്ടിയ ആകെ 1,00,000 എത്ര, എനിക്ക് തോന്നുന്നു 2,00,000 താഴെ വോട്ട്, 1,60,000 40,000 കണ്ട് വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റു രണ്ടുപേരും 4,00,000 മേൽ വോട്ട് ലഭിച്ചവരാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു അന്നേരം? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഷാനിമോൾ ഉസ്മാനും AM ആരിഫും 4,00,000 മേൽ വോട്ട് ലഭിച്ചവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തും തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ നേരാണ്, അടുത്തൊക്കെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂർ 3ാം സ്ഥാനത്താണെങ്കിലും 1,25,000 30,000 വോട്ടിന് പിന്നിലാണ്. മറ്റേതൊക്കെ ലക്ഷങ്ങളുടെ വോട്ടിന് പിന്നിൽ നിൽക്കുന്ന ആലപ്പുഴയൊക്കെ മാറാൻ സാധ്യതയുണ്ടോ?
ആലപ്പുഴ മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പ്രതീക്ഷ പത്തനംതിട്ടൊക്കെ ആൾക്കാരെല്ലാം അനിൽ ആന്റണി ഒരു പയ്യനെന്നുണ്ട് ഇതിൽ എഴുതി തള്ളി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാനതിനെ അങ്ങനെ കാണുന്നില്ല കേട്ടോ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദീപു ആണ്. ശ്രീ ദീപു, ഈ വർഷം തന്നെ 5 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തുടർ സന്ദർശനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്താവും? ആ ലക്ഷ്യം നടപ്പാക്കാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്? ഇവിടെ ഇവർ പറയുന്നത് മോഡി 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 നിൽക്കുന്ന എവിടെയാ? ബി ജെ പി എന്നൊരു വാക്ക് ഇവർ ഉച്ചരിക്കുന്നുണ്ട്. മോഡി 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 എന്താണ് ചെയ്തത്? ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് തൊലച്ച മോഡിക്കാണോ വോട്ട് ചെയ്യേണ്ടത്? ഇവിടുത്തെ റിസർവ് ബാങ്കിന്റെ കാശ് എടുത്ത് വെച്ച് ചെലവാക്കി പുളിശ്ശേരി കുടിച്ചു കഴിഞ്ഞാൽ മോഡിക്കാണോ വോട്ട് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഇന്ധനവില സെസ് ഏർപ്പെടുത്തിയിട്ട് ആ സെസിന്റെ പണം കൊണ്ടുപോയിട്ട് റോഡ് നിർമ്മിച്ചു എന്ന് പറയുന്നത്, എന്നിട്ട് അവിടെ എല്ലാം ടോൾ വെച്ച് ജനങ്ങളെ പിഴിയുന്ന മോഡിക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ മോഡി തന്നെ ഭരിച്ചിരുന്ന ഗുജറാത്തിൽ എത്രയാണ് അതിദാരിദ്ര്യരുടെ പെർസെന്റേജ്? 17%. കേരളത്തിൽ എത്രയാ? 0.7%. എന്നിട്ടാണ് കേരളത്തിൽ നല്ലത് കൊടുക്കണമെന്ന് ഒരാൾ വന്നിരുന്ന് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അപ്പം ഈ രാജ്യത്തിന്റെ സൂചികകൾ വെച്ചിട്ട് മറ്റ് 111ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ തള്ളിയ മോഡിക്കാണോ കേരള വോട്ട് ചെയ്യേണ്ടത്? ഏത് രീതിയിൽ എവിടെയാണ് മോഡിക്ക് വോട്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവർക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? മോഡിക്ക് വോട്ട് ചെയ്യേണ്ടത് ഇന്ന കാര്യത്തിന്. ഇവർ തൃശ്ശൂർ കൊണ്ട് ഭാരത് റൈസ് കൊടുത്തു, വേറെ ഏത് ജില്ലയെ കൊടുത്തു? കേരളം മുഴുവൻ കൊടുത്തോ? അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇവർക്ക് ഒരു കാരണവശാൽ ഇവർ ഇന്ത്യയെ സ്നേഹിക്കുക മാത്രമല്ല, ഇപ്പൊ തന്നെ CAA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നില്ലേ? ഇലക്ട്രൽ ബോണ്ടുമായിട്ട് എന്ത് അഴിമതിയാണ് നടത്തിയത്? PM കെയറുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് പുറത്തുണ്ടോ? ഇതൊന്നുമില്ലാതെ അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ മോഡി നടത്തുന്നത്. അതെല്ലാം പറയട്ടെ ലീഗലൈസ്ഡ് അഴിമതിയാണ് നടത്തുന്നത്. ലീഗലൈസ്ഡ് അഴിമതി. അതാണ് സുപ്രീം കോടതി എടുത്ത് പുറത്തിട്ടപ്പോ അത് കൊടുക്കാനായിട്ട് ഇനി സമയം വേണമെന്ന് SBI അവര് വിലക്കെടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. SBI സ്വതന്ത്ര ഏജൻസി അല്ലേ? എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞില്ലേ? എത്ര തവണ പറഞ്ഞിട്ടാണ് അവർ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരൂരിൽ നിന്നും മുരളീധരനാണ്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ മുരളീധരൻ കേൾക്കാമോ? ശ്രീ ഗോവിന്ദനാണ് വടകരയിൽ നിന്നും. ശ്രീ ഗോവിന്ദൻ, തുടർച്ചയായി പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നു. ആ സന്ദർശനത്തിന് വലിയ ലക്ഷ്യം സ്വാഭാവികമായും കൂടുതൽ സീറ്റ് കേരളത്തിൽ നിന്ന് നേടുക എന്നുള്ളത് തന്നെയാവും. ആ ലക്ഷ്യം നടപ്പാക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും നടക്കും. കാരണം എന്താന്ന് പറഞ്ഞാല് BJPയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യ BJPക്ക് കൈവെള്ളയിൽ ഒതുങ്ങിയ ഭാഗമാണ്. ഇനിയിപ്പോ BJPയുടെ പേരിലുള്ള ആകെ ഒരു ആക്ഷേപമുള്ളത് തെക്കേ ഇന്ത്യയിൽ BJPക്ക് ഹോൾഡില്ല എന്നുള്ളതാണ്. ഈ ഇലക്ഷനോടുകൂടി BJP തെക്കേ ഇന്ത്യയിലും, അതായത് ഇന്ത്യ ഒട്ടുക്കും BJP സാന്നിധ്യം ഉണ്ടാക്കും എന്നുള്ള. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒന്നും ഒരു സീറ്റ് പോലും ഇല്ല, അക്കൗണ്ട് ഇല്ല. അവിടെയൊക്കെ അക്കൗണ്ട് തുറക്കും, സംശയം വേണ്ട. നമുക്ക് ഇത് കഴിഞ്ഞ് ജൂണിൽ വോട്ടെണ്ണി ഇതേപോലെ സംസാരിക്കുമ്പോൾ കേരളത്തിലും തുറക്കുമല്ലേ? കേരളത്തിൽ എവിടെയാണ് തുറക്കാൻ സാധ്യത താങ്കൾ പറയുന്നത്? കേരളത്തിലോ? കേരളത്തിൽ തൃശ്ശൂരോ തിരുവനന്തപുരം കിട്ടും, 2 കിട്ടും. തൃശ്ശൂരും തൃശ്ശൂരും 3ാം സ്ഥാനമായിരുന്നു, തിരുവനന്തപുരം 2ാം സ്ഥാനമായിരുന്നു. നോക്കണ്ട, ആ ട്രെൻഡൊക്കെ മാറി. ഇതൊക്കെ അന്തരീക്ഷം മാറിയിട്ടാണല്ലോ. അതൊക്കെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന അന്തരീക്ഷത്തിനൊക്കെ മാറി പുതിയ ട്രെൻഡിലായിട്ടുള്ളത് കേരളം. അത് ആ ഒരു വെപ്രാളമാണ് ഇപ്പോൾ UDF-ലായാലും LDF-ആയാലും കാണുന്നത്. BJPയും പിന്നെ LDF-ഉം തമ്മിൽ കൂട്ടുകെട്ടാന്ന് UDF പറയാ, UDF-ഉം BJPയും കൂട്ടുകെട്ടാന്ന് LDF പറയാ. ഇതുവരെ BJPയെ പറ്റി ഇതുവരെ ഇങ്ങനെ പരാമർശിക്കുന്ന ഇതുവരെ സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ്. സമാനമായ സന്ദർഭങ്ങൾ ഉണ്ടായല്ലോ. എങ്ങനെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കേരളത്തിൽ എത്രയോ കാലമായി ഈ പരസ്പരം BJP ബന്ധം ആരോപിക്കുന്നതാണ്. സാറേ, ഈ EP ജയരാജന്റെ സംഭാഷണം കേട്ടില്ലേ? അയാൾ പറയുന്നത് BJP നല്ല സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞാല് അവർക്ക് ഉള്ളിലൊക്കെ ഇവരൊക്കെ ഉള്ളില് BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷെ അതിന് തടയിടാൻ വേണ്ടി, അതിനെ തടുത്തു നിൽക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഭീതി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP ഈ ദക്ഷിണേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പിന്നെ അക്കൗണ്ട് തുറന്നിരിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, മുരളീധരനാണ് അരൂരിൽ നിന്നും. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ക്ഷമിക്കണം, രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 തവണയാണ് ഈ വർഷം തന്നെ കേരളം സന്ദർശിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് സീറ്റ് കൂട്ടുക എന്നത് തന്നെയാവും, അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുക എന്നോ സീറ്റ് കൂട്ടുകയൊക്കെ ആവും ലക്ഷ്യം. ആ ലക്ഷ്യം എത്രത്തോളം സാധ്യമാകാൻ സാധ്യതയുണ്ട്?
കിരൺ സാറേ, എനിക്ക് പറയാനുള്ളത് 5 തവണ വന്നു, 5 സീറ്റ് ഉറപ്പായി. ഇനിയിപ്പോ ഒരു 40 ദിവസം ബാക്കിയുണ്ട്. അതിനകത്ത് പുള്ളി 15 സ്ഥലം കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 20-20 പുള്ളി കൊണ്ടുപോകുന്ന ലക്ഷണമൊക്കെ കാണും. കാരണം ഈ ഒരാൾ പറഞ്ഞു കേട്ടേണ്ട നരേന്ദ്രമോദി പത്തനംതിട്ടക്കാർക്ക് ഏതാണ്ടൊക്കെ വലുതായിട്ട് വാരി കൊടുത്തു. എനിക്ക് 2014-ലും 2015-ലെയും പ്രസംഗം എന്റെ ഇരിപ്പുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞാൽ അതിപ്പോ പുള്ളി നടത്തിയത് 1/2 ലിറ്റർ പെട്രോളിന് 50 രൂപയേ ഉള്ളൂ. ഗ്യാസിന് 1/2 ലിറ്റർ 50 രൂപ കിട്ടില്ല. കിട്ടത്തില്ല. അപ്പൊ പിന്നെ ഗ്യാസിന് 410 രൂപയായിരുന്നു, പുള്ളി പറഞ്ഞു 300 രൂപയ്ക്ക് തരാമെന്നാ പറഞ്ഞു. അത് 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടറിന് 300 രൂപയേ ഉള്ളൂ. അത് പുള്ളി പറഞ്ഞ 300 അല്ല. അതിപ്പോ കൂട്ടിയതാ. നേരത്തെ 300 ഉള്ളായിരുന്നു. പിന്നെ അത് കുറെ കാലമായി ഞാൻ 5 കിലോയുടെ ചെറിയ ഗ്യാസ് കുറ്റി മേടിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം. അതാ. എന്നിട്ട് ഞാന് പിന്നെ ഒരു അക്കൗണ്ട് തുറന്നായിരുന്നു, 0 ബാലൻസ് അക്കൗണ്ട്. പുള്ളി പറഞ്ഞു 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുമെന്നാ പറഞ്ഞു. ഞാനത് തുറന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ശരി, നമുക്ക് എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറയാം. എനിക്ക് പറയാന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് ഇവിടെ പാവപ്പെട്ട അമ്മമാർക്കും എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് കഴിഞ്ഞിട്ടാ കിസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാന പദ്ധതി. 1/2 സെന്റ് വസ്തു ഉള്ളവർക്കും നിങ്ങൾക്കും അറിയാലോ, കൃഷിഭവനിൽ ചെന്നിട്ടും ഒരു വർഷം 6000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? പറഞ്ഞോളൂ താങ്കൾ. കറക്റ്റായിട്ട് പറയാം. ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമേ ഉള്ളു. ഇനിയും പറയാം, കേരളത്തിൽ ഇനിയും BJP വന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഒരിക്കൽ കൂടി വരണം. ആര്? ഇടത് വരണം. 2026-28 ഒരിക്കൽ കൂടി എവര് വരണം. വന്നാൽ മാത്രമേ ത്രിപുരയും ബംഗാളും പശ്ചിമ ബംഗാളും ഇപ്പോഴത്തെ വിഷയം. ഈ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, 90%. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജോസഫാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കളുടെ സമയം കുറവായതുകൊണ്ടാണ് താങ്കൾ വേഗത്തിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ഈ BJP കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടത്തില്ല. ഞങ്ങൾക്ക് കാര്യമായിട്ട് പറയാം, ഒരു സീറ്റ് പോലും നേടത്തില്ല. കാരണം BJP ഭരണം വളരെ മോശമാണ്. അത് വരത്തില്ല. മോദി എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും കേരളത്തിൽ സീറ്റ് തുറക്കത്തില്ല. തൃശ്ശൂർ പ്രതീക്ഷിക്കും, ഒന്നും നടക്കത്തില്ല. കണ്ടോണം, മോദി ഒരു 10-12 തവണ വന്നാൽ പോലും ഇവിടെ ഒരു സീറ്റ് കിട്ടത്തില്ല. ഓക്കെ, സമയമില്ലാത്ത. ശരി, ഓക്കെ. എന്തായാലും നന്ദി. ചുരുക്കി തന്നെ പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. സ്വാഭാവികമാണ്, രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം BJP വലിയ മുന്നേറ്റമുണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനേ പോകുന്നില്ല, തമിഴ്നാട്ടിലും ഒരു കാരണവശാലും അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, അതിൻ്റെ തീവ്രതയോടുകൂടി തന്നെയാണ് പലപ്പോഴും പ്രേക്ഷകർ പ്രതികരിച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.